നവംബർ 1 വിജ്ഞാപനമിറങ്ങിയ കേരള വനം സംരക്ഷണ നിയമ ബില്ലിന്റെ കരട് ഭേദഗതി ഇപ്പോൾ വിജ്ഞാപനമായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിന് ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലൂടെ നിയമമാക്കാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. ഇപ്പോൾ വനം മന്ത്രി തന്നെ വിഷയത്തിൽ നമുക്കൊപ്പം പ്രതികരണത്തിനായുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ. മിനിസ്റ്ററെ, പല ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വന നിയമ ഭേദഗതി നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആശങ്ക പരിഹരിക്കുന്നതാകുമോ അതോ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നതാകുമോ? ഈ വന സംരക്ഷണ നിയമത്തിലെ ഭേദഗതികൾ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിലവിലുള്ള നിയമത്തിലെ ഏത് ഭേദഗതിയാണ് ജനങ്ങൾക്ക് അസൗകര്യം, അതിനവർക്ക് കൃത്യമായി ഇതുവരെയും ഉത്തരം പറയില്ല. കർഷക ദ്രോഹമാണെന്ന് മാത്രമല്ലാതെ കൃത്യമായി പറയുന്നില്ല. അപ്പം ഞങ്ങൾ പ്രധാനമായും 4 മാറ്റങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പം അവർ പ്രചരിപ്പിക്കുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഓഫീസർമാർക്ക്, ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോഴാർക്കാ അധികാരം? ഇപ്പോഴത്തെ വാചകം, നിയമത്തിലെ വാചകം ഫോറസ്റ്റ് ഓഫീസർ എന്നാണ്. ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ വാച്ചർ വരെ വരും. ഫോറസ്റ്റ് വാച്ചർ വരെ ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ അതിനർത്ഥം ഫോറസ്റ്റ് ഓഫീസർക്കും ഇപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും കൈയടക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യാം. അത് വേണ്ട എന്ന് പറഞ്ഞ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ താഴെയുള്ളവർ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോഴുള്ള ചെറുത് കുറേ കൂടി ലഘൂകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന വസ്തുത ജനങ്ങളെ നിന്നും മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടക്കുന്നത്. രണ്ടാമത്തേത്, ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭേദഗതി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭേദഗതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കണക്ക് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ഫൈൻ വരെ ചുമത്താൻ നിർദ്ദേശമുണ്ട്. അപ്പം അങ്ങനെ സ്പോട്ട് ഫൈറ്റ് ചുമത്തണമെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും ആർക്കാ ബുദ്ധിമുട്ട്? മാലിന്യ വസ്തുക്കൾ കൊണ്ടുവന്ന് അന്യരുടെ പ്രദേശത്ത് തള്ളി അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നവർക്ക് വേണ്ടിയാണോ ഇവർ സംസാരിക്കുന്നത്? പിന്നെന്താണ്? മീൻ പിടിക്കാനുള്ള അധികാരം ആർക്കാണ്? വനത്തിനുള്ളിലുള്ള പുഴ ഭാഗത്ത് ആദിവാസികൾക്ക് മാത്രമേ മത്സ്യം പിടിക്കാൻ അധികാരമുള്ളൂ. അവിടെ മറ്റുള്ളവർ മത്സ്യം പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അവിടെ പിടിക്കാൻ പാടില്ല. അത് നേരത്തെയുള്ള കുറച്ചും കൂടി വ്യക്തത വരുത്തിയതാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഈ അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിങ് എന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം വനം വകുപ്പിലില്ല. അപ്പോൾ ആ സമ്പ്രദായം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പെട്ടെന്ന് ഒത്തുതീർപ്പിലെത്തി രാജിയാവുക എന്ന് പറയും. സഭകളടക്കം എല്ലാവരും തന്നെ, മലയോര ജനതയും എല്ലാം തന്നെ ഈ ഭേദഗതിക്കെതിരെ രംഗത്ത് വരുന്നുണ്ടല്ലോ. അല്ല, പിന്നെ ചന്ദനം മുറിക്കാനുള്ള അനുമതി നൽകാനാണ് മറ്റൊരു ഭേദഗതി. മീൻ പിടിക്കുന്നത് തടയേണ്ട ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഭേദഗതി, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പം നമ്മൾ കരടാണ് പ്രഖ്യാപിച്ചത്. ഇത് ഫൈനൽ ബില്ല് വന്നതുപോലെയാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത്. എന്തിനാണ് നമ്മളൊരു ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്? അതിൽ പലതരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വരാൻ ഇടയുണ്ടാകും എന്ന് കരുതി തന്നെയല്ലേ. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളോ ഭേദഗതികളോ ഉണ്ടെങ്കിൽ ഇത് ആദ്യം പരിശോധിക്കുക സബ്ജക്ട് കമ്മിറ്റിയാണ്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്ന് വീണ്ടും നിയമസഭയിൽ മെമ്പർമാർക്ക് ഭേദഗതികൾ അവതരിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങളുള്ള ഒരു ബില്ലാണിത്. ആശങ്കയുള്ള സംഘടനകൾക്കും അവരുടെ ആശങ്ക ഗവൺമെൻറ്റിന് എഴുതി അറിയിച്ചാൽ അതും ഗൗരവത്തിൽ പരിഗണിക്കും. കർഷകരെ ദ്രോഹിക്കുകയല്ല, അവർക്ക് പിന്നെ അവരെ സംരക്ഷിക്കുകയാണ് ഈ ബില്ലിലൂടെ ചെയ്യുന്നത്.
പിന്നെന്താണ്, വനകയ്യേറ്റം തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇവർ വാദിക്കുന്നത് ജനങ്ങളെ മുമ്പിൽ നിർത്തി കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നീക്കമായി ഇത് മാറിപ്പോകാൻ ഇടയുണ്ട് മാറുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അവരത്തരം നടപടിയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ വനഭൂമിയിൽ കയ്യേറി അല്ലെങ്കിൽ അത്തരം ടൂറിസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ റിസോർട്ട് മാഫിയ അടക്കമുള്ളവരുണ്ട്. അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ അവരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഭേദഗതി നിയമം? അല്ല, അങ്ങനെ ആരെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. വനസംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വനസംരക്ഷണത്തിന് വിഘാതം നിൽക്കുന്ന വിധത്തിലുള്ള നടപടികൾ പൊതുസമൂഹത്തിനും കർഷക സമൂഹത്തിനും ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ പരിഷ്കരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം, മലയോര മേഖലയിലെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ വനം നിയമങ്ങൾ ബാധകമാവുക. അപ്പോൾ ഇത്തരം കുറച്ചുകൂടി കർശനമായ നിയമവും പിഴയും ഒക്കെ എല്ലാം തന്നെ വർദ്ധിപ്പിക്കുമ്പോൾ അത് അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ? അല്ല, പിഴ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്കല്ലേ, കുറ്റം ചെയ്യാത്തവർക്കില്ലല്ലോ. നമ്മുടെ ശിക്ഷ ആർക്കാണ്? തെറ്റു ചെയ്തവർക്കാണ്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കണം എന്നാണോ നമ്മൾ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടത്തുന്നവരെ സംരക്ഷിക്കാനുള്ളൊരു പ്രക്ഷോഭമായി, ആശങ്കയായി ഈ ബില്ലിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കൗശലം, ഒരു ദുരുദ്ദേശം, ആ ദുരുദ്ദേശം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഈ ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവർ പറയുന്നത് ഇത് ഉത്തര കൊറിയയിൽ നടപ്പാക്കേണ്ട നിയമമാണ്, വനമന്ത്രി കാണാതെയാണ് ഇത്തരം ഒരു നിയമ ബില്ല് വന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. പ്രസംഗ രംഗത്ത് കയറിയാൽ അദ്ദേഹം ശ്രദ്ധേയമായ കമൻസുകൾ പാസ്സാക്കാറുണ്ട്. അത്തരം കമൻസുകൾ ഞാൻ ആസ്വദിക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികാര നടപടി എപ്പോഴും ഉണ്ടാകാറുണ്ട് വന മേഖലയുമായി അടുത്ത് കഴിയുന്നവർക്കെതിരെ എന്ന് പറയുന്നുണ്ട്. ആ പ്രതികാര നടപടി കുറയ്ക്കുന്നതോ അതല്ലെങ്കിൽ തടയിടുന്നതോ ആണോ പുതിയ നിയമം? കുറ്റകൃത്യങ്ങൾ തടയുക, കർഷകന്റെ അവകാശം സംരക്ഷിക്കുക, ഇതാണ് ഇതിന്റെ ഉദ്ദേശം. മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണമാണ് കണ്ടത്. വനം നിയമ ഭേദഗതി ബില്ലിൽ വിശദമാക്കുകയാണ് പ്രതിഷേധം ശക്തമാകുമ്പോൾ വനമന്ത്രി. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം സൈഫിൻ സാലിയ, റിപ്പോർട്ടർ, കൊച്ചി.